ഹലോ, ജുജുമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വരുന്നത് ഒരു ട്രഡീഷണൽ മോരുകറിയാണ്. ഒരുപാട് പഴയ ഒരു രീതിയാണ് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മോരുകറീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. മൂന്ന് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ 3-4 കുരുമുളക്. ഇത്രയും ഐറ്റംസിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. നല്ല ചതച്ചെടുത്ത്, അതായത് നമ്മൾ ഒന്നുകിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. അതാണ് നമ്മൾ കറിയിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇത്രയുമാണ് നമ്മൾ ചതച്ചെടുത്തേക്കുന്നത്. ഈ അളവുകളൊന്നും തന്നെ കൂടാൻ പാടില്ല കേട്ടോ. ഈ മോരുകറി നമ്മൾ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു നേന്ത്രപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള പാകമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലെ 1 കപ്പ് കട്ട തൈര്, നല്ല കട്ടിയുള്ള തൈര്. അത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച്, കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് വെള്ളം പോലെ ആയി പോകാൻ പാടില്ല, ഈ ഒരു കട്ടിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും, കട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ചതച്ചെടുത്തതും പിന്നെ ഈ തൈരും പിന്നെ 1 നേന്ത്രപ്പഴവും, അതാണ് നമുക്ക് വേണ്ട അളവുകൾ. നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്ത് ഉടഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിലും ഉണ്ടാവാൻ പാടില്ല. ഭയങ്കരമായിട്ട് പഴുപ്പ് കുറഞ്ഞ് തൊലി വിട്ടു പോരാത്ത ആ ഒരു പരുവത്തിലാവാൻ പാടില്ല. ഏകദേശം മിഡിലിൽ വരുന്ന ഒരു പരുവായിരിക്കണം. അങ്ങനെ അതിനെ 4 കീറിയിട്ട് അത് ഒരു ഇടത്തരം വലുപ്പത്തിൽ, ഇതേപോലെയുള്ളൊരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. നമുക്ക് ഓണക്കറികളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കേട്ടോ ഇത്. കാര്യം ഓണത്തിന് നമ്മുടെ എല്ലാ കറികളിലും തേങ്ങ ആഡഡ് ആണ്, മിക്കവാറും എല്ലാ കറികളിലും. അപ്പം നമുക്ക് ഇതേപോലെ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഇത്. അങ്ങനെ നമ്മൾ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ തൈര് ഇവിടെ റെഡിയാണ്, ഒപ്പം ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ കൂട്ട് റെഡിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയും പിന്നെ മുഴുവൻ ഉണക്കമുളകും ആണ് വേണ്ടത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് കുറച്ച് അധികം എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ മൊരിയിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കണം. ഏകദേശം നമുക്ക് ഒരു അരപ്പിടി ആ ഒരു പരുവത്തിൽ, ഇത്രയുമാണ് നമുക്ക് വേണ്ടത് മോരുകറിയിലേക്ക്. അത്യാവശ്യം നന്നായിട്ട് ഉള്ളിയാണ് ഇതിൽ ചേരേണ്ടത്. അങ്ങനെ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് മുഴുവൻ ഉണക്കമുളക് കുറച്ചധികം. അതിൻ്റെ ആ ഒരു സ്മെല്ല് ഈ മോരുകറിക്ക് നല്ല ആ സ്മെല്ല് നമുക്ക് ഈ കറിയിലേക്ക് വേണം. അപ്പോൾ നമുക്കതൊരു 3-4 എണ്ണം എടുക്കാം. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. അങ്ങനെ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ അത്രയുമാണ് നമ്മൾ താളിക്കുന്ന ഐറ്റംസ്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടിയിട്ടുള്ള കൂട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒന്ന് സെറ്റായി ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ പൊടിയായിട്ട് ആഡ് ചെയ്യുന്നത് ഒന്ന് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ആഡ് ചെയ്യുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നല്ലൊരു മണം നമ്മുടെ മോരുകറിക്ക് ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം ആഡ് ചെയ്യുന്നത്. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ആ ഒരു സ്മെല്ലൊന്നും മാറുന്ന സമയത്ത് നമുക്കിതുപോലെ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. നേന്ത്രപ്പഴം ഇട്ടിട്ട് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം നമുക്ക് അത്യാവശ്യം കടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ വേണം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് മിക്സായി വരാനുള്ള ഒരു സമയം ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മസാലയുടെ ഫ്ലേവറൊക്കെ നേന്ത്രപ്പഴത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ട ഇല്ലാതെ ഉടച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ കട്ടി പോകാനും പാടില്ല, വെള്ളം പോലെ ആവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തൈര് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളച്ച് പിരിഞ്ഞ് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ മോരല്ല, തൈരായതുകൊണ്ട് പെട്ടെന്ന് പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വേഗം തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറിയുടെ പ്രിപ്പറേഷൻ വരുന്നത്. മോരുകറി നല്ല ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അത്രയും ടേസ്റ്റി ആയിട്ടും ഉള്ളൊരു മോരുകറിയാണിത്. ഞാനിതൊരു ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ വല്യമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മോരുകറി കൂട്ടുമ്പോൾ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ ഓണക്കറികളിനെ പറ്റി പറയുന്നുണ്ട്. ഓണത്തിനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നാളികേരം ചെരുകിയിട്ട് നമ്മുടെ കൈ ഒരു വിധമാവും എന്ന് പറയും. അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാത്ത കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഒരുപാട് തേങ്ങ ചേരുന്നതാണ് കറികളിലെല്ലാം. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നമുക്ക് മോരുകറി ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഡിഫറെൻ്റ് ആയിരിക്കുകയും ചെയ്യും, ഈസിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കും. ഒരുപാട് കറികൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി ഉണ്ടാവുന്നത് നല്ലതല്ലേ. അപ്പോൾ മോരുകറി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു മധുരവും തൈരിൻ്റെ പുളിയും പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഓണത്തിന് ഇതേപോലെ മോരുകറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത ഓണക്കറിയായിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.